മൂന്ന് പ്രധാനപ്പെട്ട സാക്ഷിമൊഴികളുമുണ്ട്. ഒന്ന്, കാണാതായ ഏലിയാമ്മയുടെ മകൻ ബിനു. രണ്ട്, ഏലിയാമ്മയുടെ സുഹൃത്തായിരുന്ന മേരി. അതുപോലെ അയൽവാസിയായിരുന്ന ഷാപ്പ് ജീവനക്കാരൻ ബേബി മത്തായി. ഈ മൂന്ന് പേരുടെയും മൊഴികൾ കൂടിയുണ്ട്. പോലീസിലേക്കും ഇത് പോയിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ സെബാസ്റ്റ്യനുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഏലിയാമ്മയെ കാണാതായതിനു ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒരു തുമ്പും കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സെബാസ്റ്റ്യൻ അറസ്റ്റിലായതിനു ശേഷം, ജൈനമ്മ തിരോധാന കേസിൽ സെബാസ്റ്റ്യൻ അറസ്റ്റിലായതിനു ശേഷമാണ് കൂടുതൽ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അഞ്ചാമത്തെ സ്ത്രീ കൂടി ഈ കാണാതായവരുടെ പട്ടികയിലേക്ക് വരുന്നത്. ഇപ്പോൾ ശ്രീ രൂപേഷ് തത്സമയം ചേരുകയാണ്. രൂപേഷ്, നേരത്തെ കാണാതായ ബിന്ദു പത്മനാഭൻ, ആ കേസിൽ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിനിധിയാണ് ശ്രീ രൂപേഷ്. ഇപ്പോൾ സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായിരുന്ന ഒരാൾ കൂടി ഈ പട്ടികയിലേക്ക് വരികയാണല്ലോ, ഏലിയാമ്മ. പക്ഷേ ഇതിനകം നടത്തിയ അന്വേഷണങ്ങളിൽ പോലീസിന് ഏതെങ്കിലും കേസിൽ വ്യക്തമായ ഒരു തെളിവിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ജൈനമ്മയുടെ കാര്യത്തിലും ബിന്ദു പത്മനാഭന്റെ കാര്യത്തിലുമൊക്കെ കൃത്യമായിട്ടും അറിവുള്ളതാണല്ലോ സെബാസ്റ്റ്യനുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന്. അതുമാത്രമല്ല, തുടക്കം ബിന്ദു പത്മനാഭനിൽ നിന്നായിരുന്നു. അവിടെ ഒരു സതീഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു, അവസാനമായി കണ്ടയാൾ എന്ന നിലയിൽ. പിന്നെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നയാൾ എന്ന നിലയിൽ. അതിൽ നിന്ന് എന്തെങ്കിലും പുരോഗതി ഈ കേസ് അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഏലിയാമ്മയുടെ കാര്യത്തിലും സാക്ഷികളുണ്ട്. ഇതിൽ നമ്മൾ പറയേണ്ടതായിട്ടുള്ള കാര്യം, നമ്മൾ തുടക്കം മുതൽ തന്നെ പറയുന്ന വിഷയമാണ് ഈ സെബാസ്റ്റ്യനെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നുള്ളത്. കാര്യം, സെബാസ്റ്റ്യന്റെ ഒരു രീതി നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. താമസിക്കുന്ന ഒറ്റപ്പെട്ട നിലയിലുള്ള സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് അവരുമായിട്ട് ചങ്ങാത്തം കൂടി അവരുടെ രീതികളെല്ലാം മനസ്സിലാക്കി അവരുടെ സ്വത്തുവകൾ എല്ലാം കൈക്കലാക്കിയ ശേഷം അവരെ വകവരുത്തുക എന്ന രീതിയാണ് സെബാസ്റ്റ്യൻ നമ്മൾ ഇതുവരെയുള്ള കേസുകൾ എടുത്തു കഴിഞ്ഞാൽ ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. പക്ഷെ പോലീസ് അന്നൊന്നും കൊലക്കുറ്റം ചുമത്താനായിട്ട് തയ്യാറായില്ല. അന്ന് ആൾമാറാട്ട കേസും ഫോർജറി അടക്കമുള്ള കേസുകളിൽ അത് ഒതുക്കി. ഭൂമി തിരിമറി നടത്തിയ കേസിൽ മാത്രമായി അത് ഒതുങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് കേസ് ഇത്രയും നാൾ നീണ്ടുപോയത്. അന്ന് തന്നെ കൊലക്കുറ്റം ചുമത്തി കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായ അന്വേഷണ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇത്രയും പേരുടെ ജീവൻ അപകടത്തിലാവുന്ന തരത്തിലേക്ക് ഇത് എത്തത്തില്ലായിരുന്നു. ഇപ്പൊ ബിന്ദുവിൽ തുടങ്ങി അവിടെ നമ്മുടെ ചേർത്തല തന്നെയുള്ള ഐഷ, കോട്ടയം ജില്ലയില് ഏറ്റുമായിട്ടുള്ള ജൈനമ്മ, ഇപ്പൊ ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുന്നത് കൂത്താട്ടുകുളം. ഇപ്പൊ 3 ജില്ലകളിൽ ഉള്ള സെബാസ്റ്റ്യന്റെ ഇടപെടലാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ഏലിയാമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ തിരോധാനം. കൂത്താട്ടുകുളത്ത് ഒരു മലയോര മേഖലയിലാണ് ഈ ഏലിയാമ്മ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ വരെ സെബാസ്റ്റ്യൻ എത്തിയെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ ബിന്ദുവിലും ജൈനമ്മയിലും ഐഷയിലും ഇപ്പോൾ ഏലിയാമ്മയിലും തീരുന്ന വിഷയമല്ല. ഇനിയും വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. സെബാസ്റ്റ്യൻ ഒറ്റക്കല്ല ഇതൊന്നും ചെയ്തിട്ടുള്ളത്. സെബാസ്റ്റ്യന് വേണ്ടി ഈ കേസ് അട്ടിമറിക്കാൻ നേതൃത്വം കൊടുത്തതിന് നിരവധി ഈ ഉന്നത IPS ഉദ്യോഗസ്ഥരടക്കം കണക്ട് ചെയ്ത ആളുകളുണ്ട്. അവരൊക്കെ പുറത്തു വരണം. അവരൊക്കെ എന്താണ് ഇപ്പോൾ തടസ്സമായിട്ട് താങ്കൾക്ക് തോന്നുന്നത്? ഈ കൊലക്കുറ്റം ചുമത്തുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? ജൈനമ്മ കേസിലാണ് ഞാൻ ചോദിച്ചത്. ബിന്ദു പത്മനാഭന്റെ കേസിൽ പക്ഷേ അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടല്ലോ. ജൈനമ്മ കേസ് ഇപ്പൊ ഏറ്റവും അവസാനമായതുകൊണ്ട് തന്നെയാണ് അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ രക്തസാമ്പിൾ അടക്കം ശേഖരിച്ചുകൊണ്ട് അത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അന്വേഷണം പോയി. പക്ഷെ ബിന്ദുവിന്റെ കേസിൽ അത്തരത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ തുടക്കത്തിൽ അന്വേഷണം നടന്നില്ല. ഐഷയുടെ കേസ് വഴിമുട്ടി നിൽക്കുന്നു. അപ്പൊ അതൊക്കെയാണ് ഞങ്ങൾ ഇതിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന്, ഉന്നത ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കേസുകളിലേക്ക് ഇവിടെ എത്തി ചേരേണ്ട സാഹചര്യം തന്നെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് ഇപ്പോഴത്തെ പോലീസ് സംഘത്തിന് അങ്ങനെ പഴയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കേണ്ട ഒരു കാര്യം വരില്ല. പക്ഷെ അവിടെ തെളിവുകൾ നഷ്ടപ്പെട്ടതാണോ തടസ്സമായി നിൽക്കുന്നത്? തെളിവുകൾ നശിപ്പിക്കുന്നതിൽ വരെ ഇവർ മുൻപന്തിയിൽ നിന്നു എന്നുള്ളതാണ്. തെളിവുകൾ നശിപ്പിക്കുന്നതിന് സെബാസ്റ്റ്യന് കൂട്ടുനിന്നു. സെബാസ്റ്റ്യൻ ഭാവിയിൽ ഇത്തരം കേസുകൾ വന്നാൽ, ഇപ്പോൾ ഏലിയാമ്മയുടെ കേസ് വരുന്നത് വരെ നമുക്കറിയാം, ഇതൊക്കെ ഇവർ തമ്മിൽ ചർച്ചകൾ നടത്തിയിട്ടുള്ള കാര്യമാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് സെബാസ്റ്റ്യന് കൃത്യമായ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഭാവിയിൽ ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനരന്വേഷണമോ മറ്റ് അന്വേഷണ ഏജൻസികളോ ചോദ്യം ചെയ്താൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് വരെ സെബാസ്റ്റ്യന് കൃത്യമായ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് കേസ് എങ്ങും എത്താത്ത രീതിയിൽ സെബാസ്റ്റ്യനെ കൊടുക്കുന്ന തരത്തിൽ ഒരു മൊഴിയും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. സാഹചര്യ തെളിവുകളുടെയും ഈ ശാസ്ത്രീയമായ അന്വേഷണം അവസാനം നടത്തിയ ജൈനമ്മ കേസിൽ മാത്രമേ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുള്ളൂ. ബാക്കി നമ്മൾ പറഞ്ഞിട്ടുള്ള ആളുകളെ, സതീശന്റെ കേസ് നേരത്തെ പറഞ്ഞു, സതീശൻ തന്നെ കൃത്യമായിട്ട് ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം സതീശനാണ് ബിന്ദുവിനെ കണ്ടിട്ടുള്ളത് എന്നുള്ളത്. ബിന്ദുവിന്റെ ഭൂമി ആദ്യമായി തട്ടിയെടുത്തിട്ടുള്ളത് സതീശനാണ്.
അപ്പൊ സതീശിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണം. സതീശിനെ അറസ്റ്റ് ചെയ്ത് കൃത്യമായി ചോദ്യം ചെയ്താൽ ഈ ബിന്ദു കേസുമായി ബന്ധപ്പെട്ടും അതിനുമായി കണക്ട് ചെയ്ത് ഐഷ അടക്കമുള്ളവരുടെ കൊലപാതകവും അടക്കം പുറത്തു വരുന്നതാണ്. ഈ പള്ളിപ്പുറത്താണ് ജൈനം അവസാനം എത്തിയത്. പള്ളിപ്പുറത്ത് നിരവധി ലോഡ്ജുകളുള്ള ഈ സതീശൻ എന്ന് പറയുന്ന ആള്. അപ്പോ സതീശിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാനായിട്ട് അന്വേഷണ സംഘം തയ്യാറാകണം. കാര്യം കൂടുതൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനായിട്ട് ഇനിയും ഇടവരരുത്. കാര്യം ഇതിനിടക്ക് മനോജ് എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്തു. നിരവധി ദുരൂഹ മരണങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനിയും അതൊന്നും നടന്നുകൂടാ. ഇനിയൊരു ചാൻസ് നമുക്ക് സെബാസ്റ്റിന് കൊടുക്കുവാനായിട്ട് സാധിക്കില്ല. സെബാസ്റ്റിനെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ശരി, ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് ലൈൻ ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ഈ ഏലിയാമ്മ തിരോധാനവും ഒക്കെ പോലീസിന് നേരത്തെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ സെബാസ്റ്റുമായി കണക്ട് ചെയ്ത കാര്യങ്ങളും പോലീസിന് നേരത്തെ കിട്ടിയിട്ടുണ്ടാകുമല്ലോ. ഇതിലെന്താണ് തടസ്സമായിട്ട് നിൽക്കുന്നത്? ഇപ്പോൾ ഏലിയാമ്മയുടെ കാര്യം താങ്കൾ അറിഞ്ഞല്ലോ. ഏലിയാമ്മയുടെ അടുത്ത ഏലിയാമ്മയുടെ മകനും അതുപോലെ അയൽവാസിയും ഏലിയാമ്മയുടെ സുഹൃത്തും ഇക്കാര്യത്തിൽ സെബാസ്റ്റിനെ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ സാഹചര്യ തെളിവുകൾ ഒത്തുവരുന്നുണ്ട്. പക്ഷേ തടസ്സം നിൽക്കുകയാണല്ലോ ഇപ്പോഴും. അല്ല, ഇത് നമ്മള് 4-5 പേരെ ഇയാൾ കൊന്നെന്ന് നമുക്കിപ്പം മനസ്സിലായിട്ടുണ്ട്. അതിന് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നു. അടിയന്തരമായിട്ട് ഇയാളുടെ ഏതെങ്കിലും ഒരു കേസ്, എനിക്ക് തോന്നുന്നു ജയിലമ്മ കേസിനകത്ത് ഒരു കേസ് കംപ്ലീറ്റ് ആയിട്ട് എവിഡൻസ് ഉണ്ട്. അപ്പൊ ആ കേസിനകത്ത് എത്രയും പെട്ടെന്ന് ഇയാൾക്ക് ഒരു കുറ്റച്ചാർജ് കൊടുക്കണം. കാരണം അങ്ങനെ അതിന് കൂട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രതിയാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് അവിടുത്തെ ഒരു SP യും അതുപോലെ പിന്നീട് അങ്ങനെ DIG കണ്ടാകുമെന്ന് തോന്നുന്നു. ഒരു SP യും അവിടുത്തെ ഒരു DYSP ഒക്കെ ഇതിനകത്ത് പങ്കുചേർന്നിട്ടുണ്ട്, പണം പറ്റിയിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു കേസ് ഇങ്ങനെ വ്യാപകമായി അന്വേഷണം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു കേസ്, ജയിലമ കേസ് എനിക്ക് തോന്നുന്നു അതിരമ്പഴയിലുള്ള ആ കേസിനകത്ത് മിക്കവാറും എല്ലാ എവിഡൻസുകളൊക്കെ വന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കേസെങ്കിലും അടിയന്തരമായിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കണം. അതിനകത്ത് ഇയാളെ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവരെ കൂടെ പ്രതിയാക്കേണ്ടി വരും. അതിനൊന്നും മടിക്കരുത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ. എത്ര നാളായി നമ്മളിത് കാണുന്നത്. അത് ജൈനമ്മ കേസിലല്ല, പോലീസിന് സഹായം കിട്ടിയിരിക്കുന്നത് ബിന്ദു പത്മനാഭൻ കേസിലാണല്ലോ തുടക്കത്തിലെ ആദ്യം, അല്ലേ? അതെ, ബിന്ദു പത്മനാഭന്റെ കേസെങ്കിലും ഏറ്റവും നമ്മൾ കോട്ടയത്തെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിനാണ് കുറച്ചുകൂടെ എവിഡൻസ് ഇതിനെതിരായിട്ട് വന്നത്. കാരണം അതിനുമ്പോഴുള്ള ആ സ്ത്രീയുടെ അവരെ കൊണ്ടുവന്നിട്ട് 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയ കേസ് അതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇയാൾ ധാരാളമായിട്ട് ആളെ കൊന്നു ജീവിക്കുന്ന അവരാണ്. അതൊരു പിന്നെ അയാള് ഈ നമ്മൾ തുടക്കം മുതലേ നോക്കിയാൽ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 78, 79, 80 കാലഘട്ടത്തിൽ ഇയാൾ ടാക്സിക്കാരെ കൊല്ലുന്നവനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ കേസ് കോട്ടയം ക്രൈംബ്രാഞ്ചില് ഞാൻ അന്വേഷിച്ച കേസാണ്. അന്ന് നല്ല പൊക്കം കുറഞ്ഞ ചെറുപ്പക്കാരന ഒരാളെ നമ്മൾ കണ്ടെത്താൻ അന്നൊക്കെ നടത്തി എനിക്ക് നമുക്ക് മനസ്സിലായി. ഇപ്പോഴാണ് ഇവൻ തന്നെയാണ്, ഇവനെ തുടക്കം മുതലേ ഇവൻ വണ്ടി കച്ചവടവും അതുപോലെ ടാക്സി ഓടിക്കുകയും അംബാസഡർ കാർ ഒരെണ്ണം വിറ്റപ്പോ ധാരാളം പേരെ കൊന്നിട്ടുണ്ടാവും. അവരെ കൊന്നിട്ട് ടാക്സി ഇവൻ മോഷ്ടിച്ച് വിറ്റിട്ടുണ്ട്. അതായിരുന്നു ഇവൻ ചെറുപ്പം മുതലേ ചെയ്യുന്നത്. അപ്പൊ കോട്ടയത്തെ ആ കേസ് ഏറ്റുമാനൂരുള്ള ടാക്സിക്കാരന്റെ കേസിന്റെ ഫയൽ എടുക്കണം. അവിടുത്തെ ആരെങ്കിലും ഇവനെ കണ്ട് തിരിച്ചറിയാൻ ഒരു തമിഴിന് ഒരാളുണ്ട്. അയാൾ ഇപ്പോഴും 10-70 വയസ്സ് അയാൾ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നത്. അത് ഏലപ്പാറയ്ക്കടുത്ത് ഇവനെ കണ്ടവൻ ഇവനെ കണ്ട് തിരിച്ചറിയും. ഇത്രയും പ്രായം ഉണ്ടെങ്കിലും അവന്റെ മോശായൊക്കെ കണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പൊക്കം പറഞ്ഞ് നല്ല വെളുത്ത ഒരു പയ്യനായിരുന്നു. 18 വയസ്സ് 19 വയസ്സേ ഉള്ളൂ എന്ന്. അപ്പൊ അതുകൊണ്ട് ആ കേസൊക്കെ ഈ എടുത്തിട്ട് ഇവനെ തുടക്കം മുതലേ എത്ര കേസ്